അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ ടാരിഫ് ബാരിയറിനെ കുറിച്ചാണ്. എന്താണ് നോൺ ടാരിഫ് ബാരിയർ? അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ട്രേഡ് ബാരിയർ എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ടാരിഫ് ബാരിയറും രണ്ട് നോൺ ട്രേഡ് ബാരിയറും. ഓക്കെ, അപ്പം നോൺ ടാരിഫ് ബാരിയർ നോൺ ടാരിഫ് ബാരിയർ. അപ്പോൾ ഒന്നുകൂടെ ടാരിഫ് ബാരിയറും നോൺ ടാരിഫ് ബാരിയറും. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടിനെതിരെ നമ്മൾ ഏർപ്പെടുത്തുന്ന സാധാരണ രീതി. എക്സ്പോർട്ടിനെതിരെ നമ്മൾ അങ്ങനെ ബാരിയേഴ്സ് ഏർപ്പെടുത്താറ്, കാരണം എക്സ്പോർട്ട് ഭയങ്കര നല്ലതാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ടാരിഫ് ബാരിയർ എന്താണെന്ന് നമുക്കറിയാം. ടാരിഫിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. പാർഷ്യൽ ഇക്വലിബ്രിയം, ജനറൽ ഇക്വലിബ്രിയം നമ്മൾ പഠിച്ചു. ട്രേഡിനെ കുറയ്ക്കും നമ്മൾ പഠിച്ചു. ഇനി ടാരിഫ് അല്ലാതെ ട്രേഡ് ബാരിയർ ഉണ്ട്, അതിനെ നമ്മൾ നോൺ ടാരിഫ് ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ടാരിഫ് ബാരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാക്സിൻ്റെ രൂപത്തിൽ എല്ലാവർക്കും അവതരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോട്ട നമ്മൾ ഏറ്റവും പോപ്പുലർ ആൻഡ് മോസ്റ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള നോൺ ടാരിഫ് ബാരിയറാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഒരു ഉദാഹരണം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു, എന്താണ് മൊബൈൽ ഫോൺ ഒരു 10,000 യൂണിറ്റ് മാത്രമേ സൗത്ത് കൊറിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ 10,000 യൂണിറ്റിൻ്റെ ഒരു കോട്ട അവിടെ ഇടുക. അപ്പോൾ അതിന് ഒരു യൂണിറ്റ് പോലും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് കോട്ടയുടെ വർക്കിംഗ്. നേരെ തിരിച്ച് ടാരിഫിൻ്റെ കേസിലുണ്ടല്ലോ, എത്ര യൂണിറ്റ് വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യാം, ഗവൺമെൻറ് പറയുന്ന ടാക്സ് അങ്ങ് അടച്ചാൽ മതി. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോട്ട ആൻഡ് ടാരിഫ്. വർക്കിംഗ് എങ്ങനെയാണ്? കോട്ടയുടെ കേസിൽ കൃത്യം 10,000 യൂണിറ്റ് മാത്രമേ ഇമ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കോട്ടയുടെ കേസിൽ വില കൂടുകയില്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഗവൺമെൻറ് ആർക്കെങ്കിലും ഇമ്പോർട്ടർക്ക് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കൂടുതൽ വില മേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അങ്ങ് പോകും. സോ പ്രൈസ് എത്ര മാത്രം കൂടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ്സ് എൻ്റയർലി ഡിഫറെൻറ്റ് ഇഷ്യൂ. അപ്പോൾ ഇതാണ് കോട്ട. ഇനി കോട്ട ഒരു നോൺ ടാരിഫ് ബാരിയറാണ്. പിന്നെ അല്ലാതെ ഒത്തിരി നോൺ ടാരിഫ് ബാരിയേഴ്സ് വേറെയുണ്ട്. അതിലൊന്നാണ് വോളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രെയിൻ. നമ്മൾ ഇന്നലെ ക്ലാസ് ഡിസ്കസ് ചെയ്തു. ഒരു രാജ്യം തന്നെ മറ്റൊരു രാജ്യത്തോട് പറയുകയാണ്, ഞാൻ ഇത്രമാത്രം നിങ്ങളുടെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നതാണ് വോളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രെയിൻ. അതൊന്നും പോപ്പുലർ അല്ല, ഹിസ്റ്ററിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളൂ. പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഉള്ള ചിലത് ഈ അടുത്ത കാലങ്ങളിൽ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ? ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ്. എന്താണ് ടെക്നിക്കൽ ബാരിയർ? ഒരു ഉദാഹരണം പറയുകയാണ്, ഇവിടെ നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക ഐറ്റത്തിൻ്റെ പേര് പറഞ്ഞു, ഭയങ്കര ടെക്നിക്കൽ ഫീച്ചേഴ്സ് വേണ്ട. നമ്മളിപ്പോൾ ഇന്നലെ കാറിൻ്റെ കാര്യം പറഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിട്ടുള്ള കാറ് നമുക്ക് വേണ്ട, റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിട്ടുള്ള കാറാണ് നമുക്കിവിടെ വേണ്ടത്. അതല്ലെങ്കിൽ എൻജിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, അങ്ങനെ ഒരു ഫീച്ചേഴ്സ് വെച്ചുള്ള കാർ മതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഭാരത് സ്റ്റേജ് 6 എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഓരോ ഫീച്ചേഴ്സും വെച്ച് ടെക്നിക്കൽ ബാരിയർ നമ്മളിവിടെ ഉണ്ടാകാമായിരിക്കും. ചിലയിടത്ത് ഭയങ്കരമായിട്ടുണ്ട് ടെക്നിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. ചില തരത്തിലുള്ള ഐറ്റംസ് അവർ ഇമ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നില്ല, അവരുടെ രാജ്യത്തെ ചില റെഗുലേഷൻസ് പാലിക്കാൻ വേണ്ടി. അപ്പോൾ അത് നമുക്ക് പറയാം, ഒരു പരിധിവരെ ചിലപ്പോൾ അത് അവരുടെ രാജ്യത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അവിടുത്തെ ഒരു മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് സ്യൂട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. മറ്റേ ചിലപ്പോൾ മിക്കവാറും എന്താ അറിയോ, വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ട് വരാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസായിട്ടും ഈ ടെക്നിക്കൽ ബാരിയേഴ്സ് ചിലപ്പോൾ ഇമ്പോസ് ചെയ്യാം. ഓക്കെ, പിന്നെ ചിലത് എൻവയറമെൻ്റലായിട്ട് ഈ പറയുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് മോശമാണ്, ഞങ്ങൾക്ക് പറ്റുമല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം പറയാം, മനസ്സിലായല്ലോ. പിന്നെ സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറുണ്ട്. ഞാൻ അതിന് ഹെൽത്ത് ഗ്രൗണ്ട് എന്ന് പറയുന്നില്ല, ഹെൽത്താണ് ശരിക്കും. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര മോശമാണ്, ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഭയങ്കര മോശം, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും, സാനിറ്ററി ഇഷ്യൂസ് ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പിന്നെ അല്ലാതെ വേറെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് അവിടുത്തെ ഇവിടെ വരുന്നത് ഡംപിങ് ആണ്, ഇവിടെ പ്രൊഡക്റ്റ് ഇങ്ങനെ തീരെ വില കുറച്ചിങ്ങനെ വിൽക്കുകയാണ്. അങ്ങനെ നമുക്ക് എന്ത് ഏർപ്പെടുത്താം, നമുക്ക് ആ രാജ്യത്തിൻ്റെ മേലിൽ നടപടി, ഇമ്പോർട്ടിൻ്റെ മേലിൽ നമുക്ക് ആക്ഷൻ എടുക്കാം. ഇതിനെല്ലാം കൂടെ കളക്റ്റീവായിട്ടാണ് നമ്മൾ നോൺ ടാരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോൺ ടാരിഫ് ബാരിയേഴ്സ് ഒരു അഞ്ചാറെണ്ണം ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കോട്ട. ഓക്കെ, ഇനി ഞാനിതൊന്ന് വായിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതിലൂടെ പെട്ടെന്ന് പോയി. ഈ ടോപ്പിക്ക് അത്ര പ്രധാനപ്പെട്ടാണ്, വളരെ പ്രധാനപ്പെട്ടാണ്, പക്ഷേ അത്ര ബുദ്ധിമുട്ടില്ല. അതാണ് ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ ഒരു ഭയങ്കര തിയറി ഒന്നും നമുക്ക് പഠിക്കാനില്ല. ലോകത്തിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒറ്റയടിക്ക് വായിച്ച് അല്ലെങ്കിൽ 2-3 പ്രാവശ്യം വായിച്ചിട്ട് തന്നെ നമുക്ക് ഇത് ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. അത്ര ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, ദെൻ നോൺ ടാരിഫ് ബാരിയേഴ്സ് ആർ ട്രേഡ് ബാരിയേഴ്സ് എക്സെപ്റ്റ് ടാരിഫ് വിച്ച് റെസ്ട്രിക്റ്റ് ഇൻ്റർനാഷണൽ ട്രേഡ്. അതാണ് നോൺ ടാരിഫ്. The important non-tariff barriers are quota, administrative measures against trade, voluntary export restraints, etc. Administrative and technical regulations on health, safety grounds, labeling, packaging norms, environment, human rights measures,
ജെൻഡർ ഈക്വാളിറ്റി മെഷേഴ്സ്, സ്ത്രീകൾ ചൂഷണം ചെയ്ത് അവർക്ക് കൂലി കുറച്ച് കൊടുത്താണ് ഈ ഉടുപ്പൊക്കെ ഇവിടെ ഞങ്ങളുടെ രാജ്യത്തേക്ക് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉടുപ്പൊന്നും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാൽ ഈ പല രാജ്യക്കാരും യൂറോപ്യൻ രാജ്യക്കാരും എന്ത് ചെയ്യുന്നല്ലോ നടപടി എടുക്കും. അപ്പോൾ അത് ജെൻഡർ ഈക്വാലിറ്റിയുടെ ബേസിലുള്ള അപ്പോൾ ഇങ്ങനെയുള്ള പല ന്യായങ്ങൾ പറഞ്ഞ് ഇവർ ഇമ്പോർട്ടിനെ വേണ്ടെന്ന് നോക്കും. സോ ദർ ഓൾ പാർട്ട് ഓഫ് NTBs. ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് പോളിസീസ്. ഗവൺമെൻറ് പറയുകയാണ് എന്താണ് ഇപ്പം ചൈനയിലെ ഗവൺമെൻറ് പറയുകയാണ് ചൈനയിലെ ഗവൺമെൻറ്റിന് എൻ്റെ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ചൈനീസ് കമ്പനികൾ മാത്രമേ പ്രൊഡക്റ്റ് മേടിക്കുകയുള്ളൂ എന്ന് പറയുന്നതാണ് ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് പോളിസി. അപ്പോൾ അങ്ങനെയുള്ള പ്രൊക്യൂർമെൻറ്റ് പോളിസിയൊക്കെ ട്രേഡ് ബാരിയർ തന്നെയാണ്. സ്റ്റേറ്റ് ട്രേഡിംഗ് പ്രാക്ടീസ്, സ്റ്റേറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ പോലും സ്വന്തമായിട്ടുള്ള എൻ്റർപ്രൈസിന് മാത്രം പ്രൊഡക്റ്റ് മേടിക്കും. ദേ ഓൾസോ കംസ് അണ്ടർ വാട്ട് നോൺ ടാരിഫ് ബാരിയേഴ്സ്. നോ ഇനി കോട്ട, വോളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ആർ ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡ് റെസ്ട്രിക്ഷൻസ്. ഇത്ര യൂണിറ്റ് മാത്രമേ ഇമ്പോർട്ട് ചെയ്യുള്ളൂ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നതിന് കോട്ട അല്ലെങ്കിൽ വോളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ. കോട്ട ബേസ്ഡ് വൈൽ എക്സ്പോർട്ട് സബ്സിഡീസ്, കൗണ്ടർവെയറിംഗ് ഡ്യൂട്ടീസ്, പ്രൊഡക്ഷൻ സബ്സിഡീസ്, എക്സ്പോർട്ട് ക്രെഡിറ്റ് സബ്സിഡീസ്, ടാക്സ് കൺസെഷൻ ഓൺ എക്സ്പോർട്സ്. ഓക്കെ, ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് പോളിസീസ് ആർ ഫിസ്ക്കൽ മെഷേഴ്സ് ദാറ്റ് റെസ്ട്രിക്ട് ട്രേഡ്. ഓക്കെ, ആർ ഫിസ്ക്കൽ ട്രേഡ് റെസ്ട്രിക്ഷൻ മെഷേഴ്സ്. ഇങ്ങനെ കറക്റ്റായിട്ട് എഴുതിയേക്കണേ, ഞാൻ കറക്റ്റായിട്ട് എഴുതിയോളാം. ഓക്കെ, നമ്മൾ നോട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയ കുഞ്ഞു മിസ്റ്റേക്ക് വരും അതുള്ള. ഓക്കെ, സോ നമ്മൾ ഇവിടെ കാണുന്നതിന് അറിയാം നോൺ ടാരിഫ് മെഷേഴ്സ് എന്ന് പറയുന്നത് കോട്ട മാത്രമല്ല, അല്ലെങ്കിൽ വോളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് മാത്രമല്ല, മറ്റ് പല മെഷേഴ്സ് ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് മെഷേഴ്സ് ആർ. നമ്മൾ നമ്മുടെ രാജ്യത്തിലെ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സബ്സിഡി കൊടുക്കുക. നമ്മൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന കമ്മോഡിറ്റിയുടെ മേളിൽ അവിടെ ടാക്സ് അടയ്ക്കേണ്ട, അവിടെ ടാക്സ് കൺസെഷൻ കാണും, മനസ്സിലായല്ലോ. ഇവിടെ വരുമ്പോൾ അവരോട് മത്സരിക്കുന്ന ഇന്ത്യയിലെ കമ്മോഡിറ്റിക്കെല്ലാം ടാക്സും അടയ്ക്കണം. അതുകൊണ്ട് അവിടെ ടാക്സ് അടയ്ക്കാതെ വില കുറച്ച് വരുന്നുണ്ട്, അവിടെ അടയ്ക്കാത്ത ടാക്സിന് തുല്യമായി ഒരു ടാക്സ് അങ്ങ് ഇവരുടെ മേളിൽ ഏർപ്പെടുത്തും. അതിന് പറയുന്നവരെ കൗണ്ടർ വെയറിംഗ് ഡ്യൂട്ടീസ്. പ്രൊഡക്ഷൻ സബ്സിഡീസ് ചൈനയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇലക്ട്രിസിറ്റി സബ്സിഡി, ഇലക്ട്രിസിറ്റി ഫ്രീ, വാട്ടർ ഫ്രീ, ലാൻഡ് 99 വർഷത്തേക്ക് പാട്ടത്തിന്, ഇങ്ങനെ പലതരത്തിലുള്ള സബ്സിഡികൾ പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മുടെ ഇവിടുത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ തീപ്പെട്ടിയൊക്കെ 5 രൂപയ്ക്ക് അവർ വിൽക്കുന്നു, 10 രൂപയ്ക്ക് വിൽക്കുന്നു. അത് ഇങ്ങനെ ലൈറ്റർ കത്തുകയും ചെയ്യും. വേണമെങ്കിൽ ചിലതിൻ്റെ അകത്ത് ടോർച്ച് കൊണ്ട് മൾട്ടിപർപ്പസ് എങ്ങനെ 10 രൂപയ്ക്ക് വിറ്റ് പോകും. ഇവിടെ ആ 10 രൂപയ്ക്ക്, അപ്പോൾ അവർ കൊണ്ടുവന്ന് എത്ര രൂപയ്ക്കും 2-3 രൂപയ്ക്ക് എക്സ്പോർട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് ഗവൺമെൻറ് അവർക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ പ്രൊഡക്ഷൻ പറ്റിയത്. ദെൻ എക്സ്പോർട്ട് ക്രെഡിറ്റ് സബ്സിഡീസ്. എക്സ്പോർട്ട് ക്രെഡിറ്റ് സബ്സിഡി എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടേഴ്സിന് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള സബ്സിഡികളുണ്ട്. ഓക്കെ, ദെൻ ടാക്സ് കൺസെഷൻ ഓൺ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇൻകം ടാക്സ് അടയ്ക്കണ്ട. അവർ എന്ത് ചെയ്യേണ്ട, വാറ്റിന് വരെ ജി എസ് ടി അടയ്ക്കണ്ട. ഇന്ത്യയിലെ നിയമം കേട്ടോ, ലോകത്തിൽ എല്ലായിടത്തും ഇതുണ്ട്, അല്ല ഇന്ത്യ മാത്രമല്ല. അപ്പം ഇൻകം ടാക്സ് അടയ്ക്കണ്ട. ഇൻകം ടാക്സ് അടയ്ക്കുന്ന 5 വർഷത്തേക്ക് ഇവിടെ ഇൻകം ടാക്സ് അടയ്ക്കണ്ട. സൺറൈസ് ക്ലോസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് പോളിസി, ഞാനിപ്പം പറഞ്ഞ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് പോളിസി. ഓക്കെ, സോ ഓൾ ദീസ് ആർ വാട്ട് ട്രേഡ് റെസ്ട്രിക്ഷൻ മെഷേഴ്സ്. ട്രേഡ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന നോൺ ടാരിഫ് മെഷേഴ്സാണ്. ബിസൈഡ്സ് ഇന്റർനാഷണൽ ട്രേഡ് ഇസ് ഓൾസോ ഹാമ്പേർഡ് ബൈ ന്യൂമറസ് ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അതർ റെഗുലേഷൻസ്. ദീസ് ഇൻക്ലൂഡ് സേഫ്റ്റി റെഗുലേഷൻസ് ഫോർ ഓട്ടോമൊബൈൽ ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. മനസ്സിലായല്ലോ, അമേരിക്കയിലെ അവർ പറയും ഈ ഇലക്ട്രിക്കൽ പ്രോഡക്റ്റ് ഇത്ര സേഫ്റ്റി മെഷേഴ്സ് വേണം, വയറിങ്ങിൻ്റെ കേബിളിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് കവറിങ് ഇത്ര ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അവർ ഭയങ്കരമായിട്ട് നോംസാണ്, അഡ്വാൻസ്ഡ് ടെക്നിക്കൽ ആൻഡ് സേഫ്റ്റി നോംസാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നോംസൊക്കെ വെച്ച് അവരെന്ത് ചെയ്യും, പ്രോഡക്റ്റിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. ഹെൽത്ത് റെഗുലേഷൻസ് ഫോർ ദി ഹൈജീനിക് പ്രൊഡക്ഷൻ ആൻഡ് പാക്കേജിംഗ്, ഇമ്പോർട്ടഡ് ഫുഡ് പ്രോഡക്റ്റ് ആൻഡ് ലേബലിംഗ് റിക്വയർമെൻറ്റ്സ് ഷോയിങ് ഒറിജിൻ ആൻഡ് കണ്ടൻസ് ഓഫ് ദി പ്രോഡക്ട്സ്, ഇമ്പോർട്ട് ലൈസൻസിങ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ട്രേഡിനെ അവരെന്ത് ചെയ്യും, റെസ്ട്രിക്റ്റ് ചെയ്യും. അല്ലെ, ഇതൊക്കെ വേണ്ടതെന്ന് നമുക്ക് തോന്നുന്നു അല്ലേ. പക്ഷേ നമ്മുടെ പാവപ്പെട്ട രാജ്യങ്ങളിൽ ഇതൊക്കെല്ലാം അഡോപ്റ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അതർ നോൺ ടാരിഫ് മെഷേഴ്സ് ഡംപിങ് ആൻഡ് ഇൻ്റർനാഷണൽ കാർട്ടൽസ്. ഡംപിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡംപിങ് എന്ന് പറഞ്ഞാൽ സ്വന്തം മാർക്കറ്റിൽ എത്ര രൂപയ്ക്ക് വിറ്റോ അതിനേക്കാളും വില കുറച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കുന്നതിന് പറയുന്ന വരെ ഡംപിങ്. സ്വന്തം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൈനയുടെ കേസിലാണെങ്കിൽ ചൈനയിലെ തീപ്പെട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. ചൈനയിലെ എന്തെല്ലാം സാധനങ്ങളാണ്, ചൈനയിലെ കാറിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. കാറ് 10 രൂപയ്ക്കൊക്കെ കാറാണ് പിള്ളേർക്ക് കളിക്കാൻ. പിള്ളേർ അതിനെ പിടിച്ച് ഞെക്കിയാലോ ചവിട്ടിയാലോ ഒന്നും കാറൊന്നും സംഭവിക്കുന്നില്ല, ടയർ ഊരി പോകുന്നില്ല. അപ്പോൾ 10 രൂപയ്ക്ക് ഇങ്ങനെ കാറ്, ഇനി അത് 20 രൂപയ്ക്ക് നമ്മുടെ ഇവിടെയാണെങ്കിൽ അതിനൊരു 80 രൂപയെങ്കിലും ആവും. കുഞ്ഞി കാറാട്ടോ, ഒരു വിരലിൻ്റെ നീളമുള്ളൂ. അപ്പം അത് കാണുമ്പോൾ നമ്മൾ വണ്ടർ അടിക്കും, ഇതെന്താണ് ഇത്രയും വില കുറച്ച് ഈ പ്രൊഡക്റ്റ് ഇവിടെ വരുന്നത് എന്ന്.
അതൊരു തരം ഡംപിങ് ആണ്. ചൈനയിൽ ആ കാർ മേടിക്കാൻ 15 രൂപ കൊടുക്കണമായിരിക്കും, ഇന്ത്യ കാർ മേടിക്കാൻ 10 രൂപയ്ക്ക് ചൈനക്കാർ വിൽക്കും. ആ പ്രൊഡക്റ്റ് ചൈനീസ് മാർക്കറ്റിനേക്കാൾ വില കുറച്ച് ഇന്ത്യ വിൽക്കുന്നതാണ്. അതിന് പല പർപ്പസും ഉണ്ടാകാം. മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യുക, ഇന്ത്യയിലെ കോമ്പറ്റീഷനിൽ ഒഴിവാക്കുക, പിന്നീട് ഭാവിയിൽ വില കൂട്ടുക. സോ ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ഡംപിങ്. ഡംപിങ്ങിനെതിരെ നമുക്ക് നടപടി ഏർപ്പെടുത്താൻ പറ്റും. അതും നോൺ ടാരിഫ് ആയിട്ടാണ്. ഡംപിനെ നമ്മൾ പറയുകയാണ് ചൈനീസ് ടോയ് എല്ലാം ഇവിടെ വന്ന് ഇന്ത്യ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഇന്ത്യ ടോയ് ഒന്നും ആളുകൾ മേടിക്കുന്നില്ല. ഇന്ത്യയുടെ ടോയ് എവിടെ കിട്ടുള്ളൂ? പെരുന്നാൾ സ്ഥലത്ത് പോലും കിട്ടുമല്ലേ. അത്രമാത്രം ഇന്ത്യയുടെ ടോയ് എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരാണെന്ന് പല ടോയ് ഇൻഡസ്ട്രി അവർ തകർന്നു പോയതാണ്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ അതെല്ലാം ഡംപിങ്ങിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ അതിനെതിരെ നമുക്ക് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി പെടുത്താം. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ശരിക്കും പറഞ്ഞാൽ ഒരുതരം നോൺ ടാരിഫ് ബാരിയർ തന്നെയാണ്. നോൺ ടാരിഫ് എന്ന് പറയത്തില്ല, എന്നാൽ പോലും അതെ നോൺ ടാരിഫ് ബാരിയർ നമുക്ക് പറയാം. ആൻഡ് ഇൻ്റർനാഷണൽ കാർട്ടൽസ്. എന്താണ് കാർട്ടൽ? കാർട്ടൽ ഒരു ട്രേഡ് ബാരിയറാണ്. എന്താണെന്നറിയോ? നോൺ ടാരിഫ് ബാരിയറാണ്. എന്താണെന്നറിയോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒപ്പക്കാണ് ഏറ്റവും വലിയ കാർട്ടൽ. അവരെന്ത് ചെയ്യുന്നറിയോ? അവർ വില ഇപ്പോൾ $100 പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർ പ്രൊഡക്ഷൻ ലിമിറ്റ് ചെയ്യും. എപ്പോഴും ഒപ്പക്കിലെ രാജ്യങ്ങളെ ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ഇഷ്ടപ്പെടുന്നവരാണ്. ഇറാഖിലാകട്ടെ, കുവൈറ്റിലാകട്ടെ, സം അതർ കൺട്രിയിലാകട്ടെ, ഈ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ റഷ്യയിൽ അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഓയിലിൻ്റെ വില കൂട്ടും. ഓയിലിൻ്റെ വില കൂട്ടി അവർ ഇഷ്ടംപോലെ വരുമാനം ഉണ്ടാക്കും. എല്ലാ 10 വർഷത്തിലും അല്ലെങ്കിൽ ഒരു 5 വർഷത്തിലും 10 വർഷത്തിൽ 5 വർഷത്തിൽ ഓയിലിൻ്റെ വില കൂട്ടാൻ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഗെയിമിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരാണ് ഒപ്പക് കൺട്രീസ്. ഓക്കെ, അങ്ങനെയുള്ള ഒപ്പക് കൺട്രീസ് ഒപ്പക് ഒരു കാർട്ടലാണ്. കാർട്ടൽ എന്ന് പറഞ്ഞാൽ കൊള്യൂഷൻ ബിറ്റ്വീൻ ദി മേജർ പ്രൊഡ്യൂസേഴ്സ് ടു റീറ്റെയിൻ ദ മാർക്കറ്റ്. അപ്പോൾ അത് ശരിക്കും കോമ്പറ്റീഷനെതിരാണ്, ഇല്ലീഗലാണ്. പക്ഷേ ഒരു പൊല്യൂഷനാണ്, അവരെയൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുമല്ല. സോ ഇങ്ങനെയുള്ള കാർട്ടൽസ് ഒരു നോൺ ടാരിഫ് ബാരിയറാണ്. ഡംപിങ് ഈസ് ദ എക്സ്പോർട്ട് commodity at below cost or at least the sale of commodity at a lower price abroad than domestically. Dumping is classed as persistent, predatory and sporadic dumping. പലതരത്തിലുണ്ട്. ഓരോ ഡംപിങ് എന്തൊക്കെയാണ്? നമുക്ക് പ്രിഡേറ്ററി ഡംപിങ് എന്ന് പറഞ്ഞ്, പെർസിസ്റ്റന്റ് ഡംപിങ് എന്ന് പറഞ്ഞ് എപ്പോഴും എന്ത് ചെയ്യുക, മാർക്കറ്റിൽ വില കുറച്ച് വെച്ച് മൊണോപ്പൊളിയൊക്കെ ആയിട്ട് ഏറ്റവും അവസാനം മാറി അങ്ങനെ മാർക്കറ്റിൻ്റെ ഒരു വലിയ ഭാഗം കൈയിറക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രിഡേറ്ററി ഡംപിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എതിരാളികളെയും ഓടിക്കുകയാണ്, വില കുറച്ച് വിറ്റിട്ട് ഏറ്റവും അവസാനം മാർക്കറ്റ് പിടിച്ചെടുക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള ഡംപിങ് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ദെൻ ഒപെക്കിനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നോൺ ടാരിഫ് ബാരിയേഴ്സാണ്. അതുപോലെയുള്ളതാണ് കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട നമ്മളോട് അത് ഈ നോൺ ടാരിഫ് ബാരിയർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോട്ട കൂടുതലായിട്ട് എഴുതേണ്ടി വരും. കാരണം കോട്ടയാണ് ഏറ്റവും വൈഡ്ലി യൂസ്ഡ്, വളരെ സിമ്പിളായിട്ടുള്ള, അതേസമയം വെരി ഡേഞ്ചറസ് ആൻഡ് എഫക്റ്റീവ് ആൻറ്റി ട്രേഡ് വെപ്പൺ. ടാരിഫ് നോൺ ടാരിഫ് ബാരിയർ മാത്രം ആൻറ്റി ട്രേഡ് വെപ്പൺ. അപ്പോൾ അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെപ്പൺ, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒന്നായതുകൊണ്ട് നമുക്കതിനെ പഠിക്കാതിരിക്കാൻ പറ്റില്ല. എന്താണ് കോട്ട ഈസ് എ ട്രേഡ് പോളിസി ഇൻസ്ട്രുമെൻറ്റ് വിച്ച് റെസ്ട്രിക്റ്റ് ഇമ്പോർട്ട് ഓഫ് കമ്മോഡിറ്റി ടു സ്പെസിഫിക് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഒരു കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എത്ര യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്യണമെന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനാണ് കോട്ട. ഇറ്റ് ഈസ് എ നോൺ ടാരിഫ് ബാരിയർ എയിം ടു റെസ്ട്രിക്റ്റ് ഇമ്പോർട്ട്സ്. ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റിംഗ് ദി ഇമ്പോർട്ട് ഓഫ് എ കൺട്രി കമ്മോഡിറ്റി ടു സ്പെസിഫിക് ക്വാണ്ടിറ്റി. ഓക്കെ, ഉദാഹരണം നമ്മൾ 10,000 യൂണിറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആ 11,001 യൂണിറ്റ് ഇമ്പോർട്ട് ഒരു കാരണവശാലും നടക്കില്ല. മനസ്സിലായല്ലോ? ദിസ് മീൻസ് ദാറ്റ് ഇമ്പോർട്ട് ഈസ് നോട്ട് പോസിബിൾ ബിയോണ്ട് ദി സെറ്റ് ലിമിറ്റ്. ഹെൻസ് കോട്ട ഈസ് സപ്പോസ് ടു ബി മോർ ട്രേഡ് റെസ്ട്രിക്റ്റീവ് ദാൻ ടാരിഫ്. ഇതാണ് ഈ കോട്ടയുടെ പ്രത്യേകത. നമ്മളിപ്പം 10% ടാരിഫ് ഏർപ്പെടുത്തി, എത്ര വേണമെങ്കിലും ഇങ്ങോട്ട് വരും. നമുക്ക് 10% കൂടുതൽ ടാക്സ് കൊടുക്കാൻ കൺസ്യൂമേഴ്സിന് പറ്റുമോ? അവർക്ക് ബില്ലിംഗ് ആണോ? അവർക്ക് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടോ? ആ കമ്മോഡിറ്റി എത്രമാത്രം വേണമെങ്കിൽ ഇങ്ങോട്ട് വരും. പക്ഷേ കോട്ട 10,000 യൂണിറ്റ് മാത്രമേ വരുവും പറ്റുള്ളൂ എന്ന് ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ 10,000ാമത്തെ ഒരു അഡീഷണൽ യൂണിറ്റ് ഒരു കാരണവശാലും വരില്ല. സോ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ക്യാൻ ഗെറ്റ് എ ക്ലിയർ ഐഡിയ about the supply of foreign commodity, that there will be only 10,000 units. But in the case of tariff, there is no such clear idea. Depends upon how people are, to what extent people are ready to bear the additional 10% tax. So in this context, quota is more effective than tariff in limiting imports. അതാണ് ടാക്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ വോളിയം ലിമിറ്റ് ചെയ്യുന്ന കേസിൽ ടാരിഫിനേക്കാൾ എഫക്റ്റീവ് എന്താണ്? കോട്ട. അപ്പോൾ നമ്മൾ കോട്ടയും ടാരിഫും തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ പറയാം. ടാരിഫ് ആൻഡ് കോട്ട ആർ എയിം ടു ഗിവ് പ്രൊട്ടക്ഷൻ ടു ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ബൈ റെഡ്യൂസിങ് ഇമ്പോർട്ട്സ്. സോ പ്രൊട്ടക്ഷൻ, ഇതാണ് ടാരിഫും കോട്ടയ്ക്ക് ഒരു ഉദ്ദേശമുള്ളൂ, പ്രൊട്ടക്ഷനിസം.
നമ്മൾ പ്രൊട്ടക്ഷന് പഠിക്കാൻ പോകും. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ എന്നുള്ള വാക്ക് എപ്പോഴും നമ്മളെപ്പോഴും നോൺ ടാരിഫ് ബാരിയർ ഉപയോഗിക്കുന്നതിന് നമ്മുടെ ഇൻഡസ്ട്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ നമുക്കൊരു പർപ്പസ് ഇല്ലാതെ നമ്മളൊരു സാധനം ഉപയോഗിക്കുമല്ലോ. അപ്പോൾ പ്രൊട്ടക്ഷനാണ് സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ബോത്ത് ടാരിഫ് ആൻഡ് നോൺ ടാരിഫ് ബാരിയേഴ്സ്. മനസ്സിലായല്ലോ. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്നുള്ള വാക്ക് നമ്മുടെ മനസ്സിൽ ഇവിടെ ത്രൂ ഔട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ ഫോക്കസ് അവിടെ ആയിരിക്കണം. നമ്മൾ പ്രൊട്ടക്ഷൻ നമ്മൾ ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നത്, നമ്മൾ കോട്ട ഇമ്പോസ് ചെയ്യുന്നത്, നമ്മൾ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് ഇമ്പോർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നത് എല്ലാം നമ്മുടെ ഇൻഡസ്ട്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല. അല്ലെങ്കിൽ സം അതർ ഒബ്ജക്റ്റീവാണ്. ഓൾ അതർ ഒബ്ജക്റ്റീവ്സ് ആർ സബ്ജക്റ്റീവ് ടു or below of importance, compared to protection. Then still their working is different. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ രണ്ടിനും ഒരേ ഉദ്ദേശമാണെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ആണ് ഡിഫറൻറ്റ്. സിമിലർലി ദർ എഫക്ട്സ് ആർ ഓൾസോ സ്ലൈറ്റ്ലി ഡിഫറൻറ്റ്. വർക്കിംഗ് ഡിഫറൻറ്റ് ആണെങ്കിൽ ഒരല്പം എഫക്റ്റിലും ഡിഫറൻസ് ഉണ്ടാവും. ഫോളോയിങ് ആർ ദി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ടാരിഫ് ഈസ്, അത് നമ്മൾ ഇവിടെ പറയേണ്ടി കേട്ടോ. സെൻറ്റൻസ് പോട്ടെ, ടൈപ്പ് ചെയ്യപ്പോൾ ടാരിഫ് ഈസ് എ പ്രൈസ് ബേസ്ഡ് ഇൻസ്ട്രുമെൻറ്റ് ആസ് ഇറ്റ് റേസസ് ദി പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. അതാണ് ഈ ടാരിഫിൻ്റെ പ്രത്യേകത അറിയോ, 50% ടാരിഫ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടല്ലോ ആൾക്കാർ they will be discouraged to buy that product. So in this context demand comes down, import comes down. Okay, this is the way in which tariff work. So tariff raises the price of the commodity, hence it can be called as a price based measure. Okay, so price ലൂടെയാണ് അത് വർക്ക് ചെയ്യുന്നത്. പിടികിട്ടിയല്ലോ. ഓക്കെ, പിടികിട്ടിയല്ലോ. ഓൺ ദി അതർ ഹാൻഡ് quota is quantity based instrument, directly restricting quantity of imports. എന്ന് പറഞ്ഞാൽ quota എന്താ, 10,000 units. പ്രൈസ് കൂടുന്നുണ്ടോ അവിടെ? ഇല്ല. 10,000 ആണോ കൂടിപ്പോയോ? ഇല്ല. പ്രൈസ് കൂടുന്നുണ്ടോ? ഇല്ല, പ്രൈസ് കൂടുന്നില്ല. പ്രൈസ് കൂടുമായിരിക്കും. ഇമ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ 10,000 യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ ലൈസൻസ് കിട്ടിയ ഇമ്പോർട്ടർ പ്രൈസ് കൂട്ടി മേടിക്കുമായിരിക്കും. അത് അയാളുടെ സ്വാതന്ത്ര്യം, അയാളുടെ ഒരു ആനുകൂല്യമാണ്. ഗവൺമെൻറ്റിന് അതിന് വരുമാനം കിട്ടുന്നത്. ചിലപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്യേണ്ട പേരിൽ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന കോട്ട ഹോൾഡർക്ക് നിന്ന് ഒരു ലൈസൻസ് ഫീ ഗവൺമെൻറ് മേടിക്കുമായിരിക്കും. പക്ഷേ അത് ടാരിഫിൻ്റെ അത്രയും റവന്യൂ കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് ഈ കോട്ടയുടെ ഒരു പ്രത്യേകത. കോട്ട എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ് കുറയ്ക്കുന്നത്. ഇപ്പോൾ ക്വാണ്ടിറ്റിയുടെ ഇമ്പോർട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറഞ്ഞോ അതുവഴി ചിലപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് കൂടി ഇത്രയല്ല 10,000 യൂണിറ്റിന് വേണ്ടി എല്ലാവരും കൂടി ഇടിച്ച് ഏറ്റവും സാധനം പ്രൈസ് ഈ ഇമ്പോർട്ടറിൽ നിന്ന് പ്രൈസ് കൂട്ടി ഇവർ മേടിക്കുമായിരിക്കും. സോ ദാറ്റ് ഈസ് എ സെക്കൻഡറി ആസ്പെക്ട് വിച്ച് നെവർ ഡയറക്ട്ലി കംസ് അണ്ടർ ദി ഇമ്പാക്ട് സൈഡ്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് tariff is a price based measure, quota is a quantity based measure. Okay, there are similarities and dissimilarities between quota and tariff. നമ്മൾ സിമിലാരിറ്റി ഡിസിമിലാരിറ്റി ഡിഫറൻസ് കാണാം. ഓക്കെ, സിമിലാരിറ്റീസ് ഒന്ന്, they both have same objective, to reduce level of imports and so as to protect domestic employment and economic. ഈ പ്രൊട്ടക്ട് എന്നുള്ള വാക്ക് മറക്കരുത്. While their objectives are the same, their methods are different. The way in which they work is different. A tariff acts directly on the price and indirectly on the quantity of the imported goods. Okay, tariff എന്ത് ചെയ്യും? പ്രൈസ് കൂട്ടും. അങ്ങനെ എന്ത് ചെയ്യും? ഇമ്പോർട്ട് ക്വാണ്ടിറ്റി കുറയ്ക്കും, ഇമ്പോർട്ട് ക്വാണ്ടിറ്റി കുറയ്ക്കും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആദ്യമേ പ്രൈസാണ് കൂട്ടുന്നത്, പിന്നെ അങ്ങനെ എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കും. കോട്ട നേരെ തിരിച്ചാൽ. ഓക്കെ, കോട്ട ആക്ട്സ് ഡയറക്ട്ലി ഓൺ ദി ക്വാണ്ടിറ്റി കുറയ്ക്കും. അങ്ങനെ എന്ത് ചെയ്യും? പ്രൈസ് കൂടുമായിരിക്കും. മനസ്സിലായില്ല? ദിസ് ഈസ് ഇൻസിഗ്നിഫിക്കൻറ്റ്. വാട്ട് മാറ്റേഴ്സ് ഈസ് വെദർ ദ ക്വാണ്ടിറ്റി ഓഫ് ദി ഇമ്പോർട്ട്സ് കെയിം ഡൗൺ. So as far as quota directly reduces the quantity of the importable commodity, the objective of the government was realized because there is enough protection, certain level of protection from quota. A tariff on certain height cuts imports to a certain quantity. Okay, ഞാൻ വായിച്ചോട്ടെ. ടാരിഫും കോട്ടയും തമ്മിലുള്ള ഉള്ള വ്യത്യാസം നമ്മളിവിടെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുന്നത്. ഇത് നിങ്ങൾ നെറ്റ് എക്സാമിന് ചോദിക്കും. അതുകൊണ്ടാണ് നെറ്റും മറ്റു ഏത് എക്സാമിനും ഇങ്ങനെ ചോദിക്കുന്നത്. ടെക്നിക്കൽ സൈഡും കൂടെയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണെ ടാരിഫ് ഓൺ സർട്ടൻ ഹൈറ്റ് കട്ട്സ് ഇമ്പോർട്ട്സ് ടു. ഇപ്പോൾ 50% ടാരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ 10,000 യൂണിറ്റ് ഇമ്പോർട്ടേ നടക്കുള്ളായിരിക്കും. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? 10,000 യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കോട്ട, അതിൻ്റെ എഫക്റ്റ് 50% ടാരിഫ് വരും. സോ 50% ടാരിഫ് ഈസ് ഈക്വൽ ടു ഇമ്പോസിങ് 10% കോട്ട. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ 10,000 യൂണിറ്റ് കോട്ട ഏർപ്പെടുത്തുമ്പം വില 50% കൂടുന്നു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് പറ്റുമായിരിക്കും, പറ്റിയാലായിരിക്കും, അത് വേറൊരു കാര്യം. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ 50% ടാരിഫ് ഏർപ്പെടുത്തുമ്പം മൊത്തമുള്ള ഇമ്പോർട്ട് 10,000 യൂണിറ്റിലേക്ക് നിന്നു പോയെങ്കിൽ അതിൻ്റെ അർത്ഥം 50% ടാരിഫ് എന്നുള്ള ആ ടാരിഫ് 10,000 യൂണിറ്റ് കോട്ടയ്ക്ക് ഈക്വലൻ്റായി തീർന്നു. സോ ദിസ് ഈസ് ദ കോട്ട ഈക്വലൻ്റ് ഓഫ് എ ടാരിഫ്. മനസ്സിലായല്ലോ? കോട്ട ഈക്വലൻ്റ് ഓഫ് എ ടാരിഫ്. അപ്പോൾ അത് തമ്മിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണും. ഒരു സെക്കൻഡ്. Then
It has therefore a quota equivalent. A quota could limit imports to a certain quantity and therefore raises the import price and thus has a tariff equivalent. നമ്മളിവിടെ മുമ്പത്തെ കാര്യം പറഞ്ഞു 10,000 യൂണിറ്റ് മൊബൈൽ ഫോൺ ഇമ്പോർട്ട് ചെയ്യുന്നുള്ള കോട്ട വെക്കുക. അന്നേരം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വില 50% കൊണ്ട് കൂടിയാലോ 50% ടാരിഫ് ഏർപ്പെടുത്തിയ പോലെയല്ലേ. സോ ദിസ് ഈസ് വാട്ട് വി ക്യാൻ സേ the tariff equivalent of this 10% unit of quota. So for every quota there will be a tariff equivalent, for every tariff there can be a quota equivalent. പിടിയിട്ടില്ലോ നോ. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയേക്കണം. നമുക്ക് കൂടുതൽ ഡിസ്കഷൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് വായിച്ച് ലോജിക്കലായിട്ട് മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലത് നമുക്ക് പിടിയിട്ടാവുന്നുള്ളൂ. സോ സിൻസ് ബോത്ത് ക്വാട്ടാസ് ആൻഡ് ടാരിഫ്സ് റേസ് ദി ഇമ്പോർട്ട് ഓഫ് പ്രൈസ് ആൻഡ് റെഡ്യൂസ് ദി ഇമ്പോർട്ട് ക്വാണ്ടിറ്റി, ദേ പ്രൊഡ്യൂസ് സിമിലർ എഫക്ട്സ് ഓൺ കൺസംഷൻ, പ്രൊഡക്ഷൻ, ട്രേഡ് ബാലൻസ്, ടൈംസ് ഓഫ് ട്രേഡ്, നാഷണൽ ഇൻകം, റീഡിസ്ട്രിബ്യൂഷൻ, ഫാക്ടർ എൻഡോവ്മെൻറ്റ്സ്, ഇക്കണോമിക് ഗ്രോത്ത്, വെൽഫെയർ എക്സെട്ര. ബാക്കി നമുക്ക് കാണുന്ന ഇക്കോണമിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വേരിയബിൾസ് ഇല്ലേ, അതിലെല്ലാം ഇവർ രണ്ടുപേരും ഒരേ ഇമ്പാക്റ്റാണ് വരുന്നത്. ബോത്ത് ക്വാട്ട ആൻഡ് ടാരിഫ് റെഡ്യൂസസ് ദ വോളിയം ഓഫ് ഇമ്പോർട്ട്സ്, പ്രൊമോട്ട്സ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, പ്രൊമോട്ട്സ് ഡൊമസ്റ്റിക് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, സോ റെഡ്യൂസസ് കൺസ്യൂമർ വെൽഫെയർ. ഓക്കെ, അഡ്വൈസ്ലി അഫക്റ്റ് ഇൻ്റർനാഷണൽ ട്രേഡ് ആസ് വെൽ ആസ് ദി ട്രേഡ് വോളിയം ഓഫ് ഡൊമസ്റ്റിക് കൺട്രി. അപ്പോൾ ഈ രീതിയിൽ കോട്ടയും ടാരിഫും അവിടെ തുല്യമാണ്. ഇനി നമുക്ക് എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം കാണും. ഒരു സെക്കൻഡേ, ഡിലീറ്റ് ചെയ്യട്ടെ. ഡിലീറ്റ് ചെയ്തില്ല, പോയിന്റ് എല്ലാം കൂടെ ഇങ്ങനെ ഞാൻ വായിക്കാം. ഓക്കെ, എന്താണ് വ്യത്യാസം? ഒന്ന്, സർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പെന്ന. അപ്പോൾ അതിൻ്റെ ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, ഇവിടെ ഉദാഹരണം തന്നെ വെച്ച് തന്നെ പറയാം. 10,000 യൂണിറ്റിൻ്റെ കോട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 11,001 യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ ഡൊമസ്റ്റിക് ആയിട്ട് മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കറിയാം 10,000 യൂണിറ്റേ മാർക്കറ്റ് വിദേശികൾ വിൽക്കുള്ളൂ. മാർക്കറ്റിൽ 1,00,000 യൂണിറ്റിൻ്റെ മൊത്തം സെയിൽ ഒരു വർഷം നടക്കുമെങ്കിൽ 90,000 യൂണിറ്റ് ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ശരിയല്ലേ? അതിൻ്റെ അർത്ഥം ഇവർക്ക് അതിനനുസരിച്ച് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാമെന്നാണ്. അപ്പോൾ കോട്ട ഗീവ്സ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദി മാർക്കറ്റ് സിറ്റുവേഷൻ, അബൌട്ട് ദി ഇമ്പോർട്ട് ക്വാണ്ടിറ്റി. സോ ദാറ്റ് വിൽ ബി ബെറ്റർ ഫോർ ഡൊമസ്റ്റിക് പ്രൈസ്. Okay, but in the case of tariff, 50% tariff imposed, there is no clear idea, or there is no certainty that import will take place only up to 10,000 units. Sometimes people may be ready to bear higher prices or ready to pay higher taxes, to import foreign electronic products or mobile phone which are of higher quality. മനസ്സിലായല്ലോ? സോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കിവിടെ ഒരിക്കലും പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. 10K മാത്രമേ, ഇത്ര യൂണിറ്റ് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ, ചിലപ്പോൾ ഒരു 15,000, ചിലപ്പോൾ 20,000 കൂടി പോകാം. ഓക്കെ, കാര്യം ഇവിടെ പറഞ്ഞാൽ സർട്ടനിറ്റി. റവന്യൂ എഫക്റ്റ്, ടാരിഫിൻ്റെ കേസിൽ റവന്യൂ ഉണ്ട്, കോട്ടയുടെ കേസിൽ റവന്യൂ ഇല്ല. പ്രൈസിൻ്റെ കേസിൽ പ്രൈസ് ടാരിഫിൻ്റെ കൂടുതൽ വളരെയധികം കൂടിപ്പോകും, പക്ഷേ കോട്ടയുടെ കേസിൽ അത് കൂടുമല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് കൂട്ടുക തന്നെ ചെയ്യും. ഒരു സെക്കൻഡ് ഇപ്പോൾ വരാവേ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി കോട്ടയുടെയും ടാരിഫിൻ്റെയും പ്രൈസ് എഫക്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. കോട്ടയുടെ കേസിൽ ഇൻഡയറക്ട്ലി ഇറ്റ് ഇൻക്രീസസ് പ്രൈസ്, കോട്ടയുടെ കേസ്. ഓക്കെ, നേരെ തിരിച്ച് ടാരിഫിൻ്റെ കേസിൽ ഇറ്റ് ഡയറക്ട്ലി റേസസ് പ്രൈസ്. ഓക്കെ, ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി കോട്ട വിൽ ഇൻക്രീസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദാറ്റ് സ്പെസിഫിക് കമ്മോഡിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ പറയണം. രണ്ടും പ്രൈസ് റൈസ് ചെയ്യിക്കും, രണ്ടും കോട്ടയുടെ കേസിൽ റവന്യൂ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടാരിഫിൻ്റെ കേസിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടും. ഇനി കോട്ടയുടെ കേസ് റവന്യൂ കിട്ടാം, എങ്ങനെ ഒരു ലൈസൻസ് ഫീ ഗവൺമെൻറ് ഏർപ്പെടുത്തിയാൽ മതി. അങ്ങനെ മാത്രമാണെങ്കിൽ ഗവൺമെൻറ് റവന്യൂ കിട്ടും. സർട്ടനിറ്റി കേസിൽ കോട്ട ഗീവ്സ് മോർ അഷ്വറൻസ് ഓർ സർട്ടനിറ്റി അബൌട്ട് ദി വോളിയം ഓഫ് ഇമ്പോർട്ട്സ്. ഓക്കെ, സോ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ആ ഒറ്റ കേസിൽ കോട്ട സുപ്പീരിയറാണ്. പിന്നെ വേറൊരു കാര്യം, ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ പ്രത്യേകത ആംഗിളിൽ കോട്ട ഈസ് മോർ ഡേഞ്ചറസ് ഓർ മോർ റെസ്ട്രിക്റ്റീവ് ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പം കോട്ടയുടെ പ്രത്യേകത 10,000 യൂണിറ്റ് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു യൂണിറ്റും കൂടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഇൻ്റർനാഷണൽ ട്രേഡിനെ കൂടുതലായിട്ട് ഹർട്ട് ചെയ്യുന്നതും കുറയ്ക്കുന്നതും ഏതാണ്? കോട്ടയാണ്, ടാരിഫല്ല. മനസ്സിലായല്ലോ? ടാരിഫല്ല. അപ്പോൾ അതുകൊണ്ടാണ് WTO പറയുന്നത് ഒരു രാജ്യം പോലും കോട്ട ഏർപ്പെടുത്തരുത്, പകരം നിങ്ങൾ ടാരിഫ് ഏർപ്പെടുത്തും. എന്നിട്ട് ആ ടാരിഫ് WTO പറയുന്ന 25% അല്ലെങ്കിൽ 20% കുറയ്ക്കും. ഇതാണ് WTOയുടെ വർക്കിംഗ് തന്നെ. നമ്മൾ WTOയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് വലിയ കടൽ പോലുള്ളൊരു സബ്ജക്റ്റാണ്.
പക്ഷേ അവരുടെ ബേസിക് ഫിലോസഫി എന്താണെന്നറിയോ, ഒരു രാജ്യം പോലും കോട്ട ഏർപ്പെടുത്തും. കാരണം കോട്ട എന്ന് പറഞ്ഞ് 5 യൂണിറ്റ് 10 യൂണിറ്റ് അല്ലെങ്കിൽ 10,000 യൂണിറ്റ് എന്ന് പറഞ്ഞ ട്രേഡിനെ ഡയറക്റ്റായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതിൽ കൂടുതൽ ഒരു കാരണവശാലും ഒരു യൂണിറ്റ് പോലും ട്രേഡ് നടത്തുന്നില്ല. മനസ്സിലായല്ലോ? ടാരിഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ടാരിഫിൽ 10% എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് റെഡിയാണെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് മേടിക്കും, ട്രേഡ് നടക്കുക തന്നെ ചെയ്യും. മനസ്സിലായല്ലോ? എന്ന് മാത്രമല്ല മറ്റ് രാജ്യം ഈ ഇച്ചിടെ വില കുറച്ച് ടാരിഫിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം വില ഈ ടാരിഫ് അവർ തന്നെ വഹിക്കാൻ തയ്യാറാണെങ്കിൽ എക്സ്പോർട്ട് നടക്കുക തന്നെ ചെയ്യും. ഇവിടെ അങ്ങനെയാണോ? ഇല്ല. ആ മറ്റു രാജ്യം എന്തൊക്കെ ചെയ്താലും 10,000 യൂണിറ്റ് മാത്രമേ വയ്ക്കാൻ പറ്റൂ. അതുകൊണ്ട് WTO ബാൻസ് കോട്ട because it is severe on international trade. It restricts international trade severely. So it is very dangerous from the point of international trade. Okay. So tariff is little more liberal or soft. Soft എന്ന് പറയാൻ പറ്റില്ല. It is hard, but compared to quota it can be little more soft. Okay. On international trade. So WTO is insisting that every country should ban quota and rather adopt tariff and should reduce the tariff to the stipulated low level prescribed by the WTO. ഓക്കെ, പ്രീട്ടിലോ ഇതാണ് കോട്ടയും ടാരിഫും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ അകത്ത് ഈ കോട്ടയും ടാരിഫും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകേണ്ട കൂടുതൽ നെറ്റ് പരീക്ഷയുടെ ആംഗിളിലാണ് ഞാൻ കൂടുതലും പറഞ്ഞ്. നമ്മുടെ സാധാരണ ഈ പരീക്ഷയ്ക്കകത്ത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നോൺ ടാരിഫ് വാരിയേഴ്സിൻ്റെ അകത്താണ് നിങ്ങൾ കോട്ട പഠിക്കേണ്ടത്. എന്തിലാണ്? നോൺ ടാരിഫ് വാരിയേഴ്സിൽ വ്യത്യാസം പ്രീട്ടിലോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ന്യൂ പ്രൊട്ടക്ഷൻസ് എന്താണ്, മറ്റ് നോൺ ടാരിഫ് വാരിയേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ ഇവിടെ തന്നെ നോൺ ടാരിഫ് വാരിയേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. ഇതെല്ലാം നോൺ ടാരിഫ് വാരിയേഴ്സ് കണ്ടു. അപ്പോൾ നോൺ ടാരിഫ് വാരിയേഴ്സിനെ കുറിച്ചുള്ള എസ്സേയാണ് നമ്മളോട് ചോദിക്കുന്നെങ്കിൽ ഈ ന്യൂ പ്രൊട്ടക്ഷൻ്റെ അകത്ത് നിന്ന് കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഇവിടെ എഴുതേണ്ടി വരും. മനസ്സിലായി? വോളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രെയിൻ, എക്സ്പോർട്ട് സബ്സിഡി, ഇതെല്ലാം നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, അതെല്ലാം നിങ്ങൾ ആഡ് ചെയ്ത് ഫ്ലെക്സിബിളായിട്ട് എഴുതി വെക്കുക. ന്യൂ പ്രൊട്ടക്ഷൻസിൻ്റെ അകത്താണ് നമ്മൾ കുറേ നോൺ ടാരിഫ് വാരിയേഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ അപ്പുറത്തോട്ട് അങ്ങ് അഡാപ്റ്റ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ശരി, ഞാൻ ക്ലോസ് ചെയ്തോട്ടെ.